ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോഴേക്കിനും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്നാക്ക്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്കിതാ ഇത്രയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം, നല്ല തിളച്ച വെള്ളം വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും തിളക്കട്ടെ. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി, ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടിപ്പോവരുത്. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കൂലേ, ആ ഒരു രീതിയിൽ കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്പൂണ് വെച്ചൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ചൂടല്ലേ, അപ്പോൾ കൈ കൊണ്ടൊന്നും എന്തായാലും പറ്റൂല. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ചൂടാകട്ടെ. അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ, എന്തായാലും കുറച്ച് പൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ചൂട് കുറച്ച് പോയിക്കോളും. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മാവ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ കുറച്ച് സമയം. പിന്നെ അപ്പോഴേക്കും നമുക്കൊരു പാനിൽ അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഇത്രയും തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ തേങ്ങ ഇപ്പോൾ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്തായാലും ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി ഒന്ന് അലിഞ്ഞ് വരട്ടെ. തീ കുറച്ച് വെച്ച് നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ പഞ്ചസാര അലിയണ വരെ മാത്രമല്ല കേട്ടോ, ഈ ഒരു തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടണം. ഈ പഞ്ചസാര നല്ല പോലെ ഒന്ന് അലിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ ആ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി നോക്കാം. അപ്പോൾ അത് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ അതുവരെ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം, തീ കുറച്ച് വെച്ചിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ വെന്ത് വരുന്നുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചച്ചവയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ആ ഒരു മാവുണ്ടല്ലോ, ഗോതമ്പ് മാവ്, അത് പരത്തിയെടുക്കാം കേട്ടോ. വേറെ വേറെ ഉരുളകളാക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഉരുളയാക്കിയിട്ട് ഒന്ന് വലുതായി ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഈ മാവ് ഇത്ര വലിപ്പത്തിലുള്ള ഈ ഒരു ഉരുളയ്ക്കേ ഉള്ളൂ, 1 കപ്പ് മാവ്. അപ്പോൾ ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ പരത്തുന്നത്. ഒരു കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊടിയൊന്നും ഇടാതെ പരത്തിയെടുക്കുകയാണ്. ആ കവറിൽ ലേശം എണ്ണ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ പ്രസ് ചെയ്തിട്ട് പരന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാധാ പരത്തുന്ന ആ ഒരു കുഴലുണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നമ്മൾ നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കുഴലുകൊണ്ടും ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഈ ഒരു കവറിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെ. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന്, എന്നിട്ട് ഇതെടുത്തിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം.
അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു തട്ടിൽ നമ്മൾ എണ്ണയാക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നല്ലപോലെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം ഇതാ നമുക്കിത് പാകത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ.